ശ്രീ ടി പി വേണുഗോപാലൻ അവരെ നമുക്ക് ഈ പ്രകാശനത്തിന് ലഭിച്ചത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ശ്രീ ടി പി വേണുഗോപാലൻ അവരെ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 23 വർഷത്തിലധികം അധ്യാപന പരിചയമുള്ള അക്കാമഡേഷനാണ് അദ്ദേഹം. അധ്യാപന രംഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വനം വകുപ്പിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ജൈവ വൈവിധ്യ പഠന മേഖലയിലെ വിദഗ്ധനായ അദ്ദേഹം മധ്യപ്രദേശിലെ അമർകണ്ടക് ബയോസ്ഫിയർ റിസർവിനെ ആസ്പദമാക്കി സാഗർ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്ത്യയിൽ സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ഗവേഷണ തിസിസ് എന്ന പ്രത്യേകതയും ഇതിലുണ്ട്. കോഴിക്കോട് സർവകലാശാലയിലെ സസ്യശാസ്ത്ര വിഭാഗത്തിൽ റിസർച്ച് അസോസിയേറ്റായി പ്രവർത്തിച്ച അദ്ദേഹം വിവിധ സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗവും കൂടിയായിരുന്നു. ഗവേഷണ പ്രബന്ധങ്ങൾ നിരവധി ദേശീയവും അന്താരാഷ്ട്രവുമായ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പുസ്തക പരിചയം നടത്തുന്നത് കൈരളി ബുക്സിൻ്റെ എഡിറ്ററായ ശ്രീ എ പി പവിത്രൻ അവറുകളാണ്. കാലത്തിൻ്റെ ഭൂപടം, സന്ദർശനങ്ങൾ തുടങ്ങി നിരവധി കൃതികളിലെ രചയിതാവാണ് അദ്ദേഹം. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ എം.എ. റഹ്മാൻ സാറിൻ്റെ കോവിലൻ്റെ അച്ചാച്ചൻ എന്ന ജീവചരിത്ര സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറും MT-യുടെ കുമരനെല്ലൂരിലെ കുളങ്ങൾ എന്ന M.M. റഹ്മാൻ്റെ ഡോക്യുമെൻ്ററിയിലെ ഗവേഷകനുമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ പ്രിയനന്ദൻ സംവിധാനം ചെയ്ത M.N. വിജയൻ ഫാസിസത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ എന്ന ഡോക്യുമെൻ്ററിയുടെ സഹസംവിധാനം കൂടിയാണ്. നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യുകയും വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ സ്കോളർഷിപ്പ് ജേതാവാണ്. ഇപ്പോൾ കൈരളി ബുക്സിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്ന അദ്ദേഹം കടന്നപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. ശ്രീ എ പി പവിത്രൻ അവരെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഒരു ഗൂസ് ബംസ് എനിക്കിപ്പോഴും പോയിട്ടില്ല. കാരണം അത്രയും വളരെയധികം പ്രതീകാത്മകമായ ഒരു പ്രവർത്തനമാണ് ഈ നിയായതുവിന് പുസ്തകം നൽകി പ്രകാശനം ചെയ്യുക എന്നുള്ള പ്രവർത്തനം. കാരണം നിഷ്കളങ്കമായ ആ മനസ്സിലേക്ക് നമ്മുടെ സാഹിത്യത്തിൻ്റെ, നമ്മുടെ രചനകളുടെ, നമ്മുടെ സാഹിത്യം എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിചിതമാണ്. ആ കുട്ടിക്ക് അത് സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന ഏത് മനോഭാവമായി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് അവൾ അതൊരിക്കലും മറക്കില്ല. അത് അടുത്ത തലമുറയിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നിയ യദുവിനും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടിയിൽ നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിരവധി പേരുണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വളരെയധികം പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഈ പുസ്തകം എല്ലാവരും വാങ്ങി സഹകരിക്കുകയും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പുഷ്കരാശൻ സാറിനെ ക്ഷണിച്ചോളൂ. സ്വാഗത ഭാഷകൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഫിസിയ 77 കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്ന ഒരു വാക്കുണ്ട്, രവീഷിനാണ് ഫിസിയ 77 ജീവാത്മാവും പരമാത്മാവും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യം ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായി, വളരെ പ്രായോഗികമായി, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്, ഒരു കഴിവുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പുസ്തകരചനയിൽ എന്നോട് ഒരു പറഞ്ഞു, ഇവിടെ ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ എന്നെ പറ്റിക്കാൻ പറയുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീടാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. കാരണം ഞാൻ രവീഷിനും ഫിസിയ 77 ആയാലും അല്ലെങ്കിൽ SMBOളുമായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് പോകാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ രവീഷിൻ്റെ ഈ പുസ്തകം വളരെ കാര്യമാത്രം പ്രസക്തമായിരിക്കും. ഭാവി തലമുറകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള കാലങ്ങളിലൊക്കെ തന്നെ ഈ സാഹിത്യ ലോകത്തിന് രവീഷിന് അറിയപ്പെടുന്നൊരു വ്യക്തി ആയിത്തീരുമെന്നൊരു യാതൊരു സംശയമില്ല. രവീഷിൻ്റെ സംഘടനാ പാഠവും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരള ഗ്രാമീൺ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിലെ ഒരുവിധ എല്ലാ ബ്രാഞ്ചിലും ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യവും കൂടെ രവീഷിന് വന്നു. അങ്ങനെയുള്ള ഒരുപാട് പരിചയങ്ങളും അനുഭവ സമ്പത്തുകളും ഒക്കെ തന്നെ ഉരുക്കിയെടുത്ത് നമ്മുടെ സാഹിത്യത്തിനൊരു മുതൽക്കൂട്ടാവും എന്നുള്ളത് തീർച്ചയാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന സന്ദർഭത്തിൽ ഞാനൊരു ട്യൂഷൻ സെൻ്ററിൽ പോയിരുന്നു. അവിടെ നമ്മുടെ ഊർജ്ജതന്ത്രം പഠിപ്പിക്കാൻ എത്തിയിട്ടുള്ള അധ്യാപകനാണ് രവീഷ് മാഷ്. ആ കാലത്ത് തുടങ്ങിയപ്പോൾ 1980 കാലം. 1980 രവീഷ് മാഷ് അവിടെ ഫിസിക്സ് പഠിപ്പിക്കാൻ എത്തിയത്. ഈ അധ്യാപകൻ അവസാനം ഒരു മലയാളത്തിൽ പറയാനുണ്ട്, അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി 40 മിനിറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്യാപകരായ എഴുത്തുകാരുടെ ചില പരിമിതികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്.
ഈ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നത് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തൊരു സംഗതിയാണ്. കാരണം വായനക്കാരെ മുഴുവൻ കാര്യങ്ങളും ആക്കിപ്പിക്കുക എന്നുള്ളതല്ല എഴുത്തുകാരുടെ ജോലി. അല്ലാതെ സ്ഥിരമായി ഒരേ പ്രായക്കാരാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വായനക്കാർ എന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ ആ എഴുത്ത് പലപ്പോഴും ദുർബലപ്പെടാനാണ് സാധ്യത. അപ്പം ഇത് അധ്യാപകരായ എഴുത്തുകാർക്ക് വരുന്നൊരു പരിമിതിയാണ്. മാഷ് അധ്യാപന ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും മറ്റ് ബാങ്കിങ് മേഖലയിലേക്ക് പോയതുകൊണ്ട് ഒരുപക്ഷെ ഇത് കൃത്യമായി ധ്വനിപ്പിക്കാൻ വേണ്ടി അധ്യാപകരുടെ ആ ദൗർബല്യമില്ലാതെ ധ്വനിപ്പിക്കാനും അക്കങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയല്ലോ, ആ ഒരു ക്ലാരിറ്റി തൻ്റെ എഴുത്തിന് കൊണ്ടുവരാനും മാഷക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. മാഷ് ബാങ്കിങ് മേഖലയിലാണ് ഒരുപാട് വർഷക്കാലം ജോലി ചെയ്തത്. അപ്പം വിശ്വനാഥൻ മാഷായാലും രവീഷൻ മാഷായാലും ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ 3 പേര് ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവരെ പഠിപ്പിച്ച ആളാണ് ചിലപ്പോൾ തോന്നിയേക്കാം. അവർ 2 പേരും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ പ്രായം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ 2 പേരും ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ ബാങ്കും സാഹിത്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒരുപക്ഷെ ബാങ്കുമായിട്ട് മാത്രമേ സാഹിത്യത്തിന് ബന്ധമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലയാളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ച ആൾ, അതാണ് ഏറ്റവും ആദ്യത്തെ ബാങ്ക്. അത് സ്ഥാപിച്ച ആൾ അപ്പു നെടുങ്ങാടി എന്ന് പറയുന്ന ആളാണ്. അത് ഇന്ന് ആ ബാങ്കില്ല, അത് പിന്നീട് പഞ്ചാബ് ബാങ്കിൽ ആയിട്ട് ലയിപ്പിക്കുകയുണ്ടായി. അദ്ദേഹമാണ് ആദ്യത്തെ നോവൽ കുന്തലത എഴുതിയ ആൾ. അപ്പോൾ ആദ്യത്തെ നോവലും ആദ്യത്തെ ബാങ്കും ഒരാളാണ് അതിൻ്റെ ഉടമ എന്ന് പറയുമ്പോൾ ഈ നോവലും ബാങ്കും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആ അർത്ഥത്തിൽ ബാങ്ക് ഇപ്പം നേരത്തെ ഞാൻ എ വി പവിത്രനും ഞാനും ഒരുമിച്ചായിരുന്നു വന്നത്. പവിത്രനോട് സൂചിപ്പിക്കുകയായിരുന്നു, എനിക്ക് ആദരവ് തോന്നിയ ഒരു വ്യക്തി സേതു എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും മനോഹരമായ കഥകളും നോവലുകളും അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെ അക്കങ്ങളുടെയും പണത്തിൻ്റെയും ഒക്കെ ഇടയിൽ. അദ്ദേഹം ഒരു ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് സേതു എന്ന് പറയുന്ന എഴുത്തുകാരൻ. അത്ര അതിമനോഹരമായ നോവലുകളും അതിമനോഹരമായ ചെറുകഥകളുമാണ് സേതു എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ബാങ്കിങ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിങ്ങനെ അവരെ കൂട്ടത്തിലുള്ള എഴുത്തുകാർക്ക് മനസ്സിങ്ങനെ ഓരോ നിമിഷം കഴിയുന്തോറും ഇങ്ങനെ ക്ലാരിറ്റി വന്നുകൊണ്ടേയിരിക്കും. വളരെ കൃത്യമായി അവർക്ക് മനുഷ്യ ജീവിതത്തെ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത് പോലെ അവർക്ക് മനുഷ്യരെ തിട്ടപ്പെടുത്താനും അവരുടെ ഓരോ മാനസിക വിചാരങ്ങളെല്ലാം തന്നെ ഹൃദിസ്ഥമാക്കാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് അവരുടെ എഴുത്തിൻ്റെ പ്രത്യേകത എനിക്ക് എന്ന് തോന്നിയിട്ടുണ്ട്. രവീഷൻ മാഷ് എഴുതിയിട്ടുള്ള കഥകളല്ല, അദ്ദേഹം എഴുതിയതെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ കഥകളാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ എഴുതിയ കഥകളാണ് വാസ്തവത്തിൽ ഈ സമാഹാരത്തിലെല്ലാം മിക്കവാറും ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. 80കളിൽ എഴുതിയ കഥകളാവാം മിക്കവാറും കഥകൾ. പക്ഷേ നമുക്കത് വായിക്കുന്ന ആളുകൾക്ക് തോന്നുകയില്ല ഇത് ഏറ്റവും പുതിയ കഥകളാണെന്നാണ് തോന്നുക. പക്ഷേ പഴയ കഥകളാണ്. നിത്യനൂതനത്വമുണ്ട് ആ കഥകൾക്ക് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഏത് കാലത്ത് എഴുതപ്പെട്ട് കഴിഞ്ഞാലും, ഏതാണ്ട് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ കഥയായാലും ഇന്ന് വായിക്കുമ്പോൾ ഏറ്റവും പുതിയ കഥ എന്ന് നമുക്ക് തോന്നും. ഒരാൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സർഗാത്മകമായ കഴിവുകൾ മനസ്സിൽ രൂപപ്പെടുന്ന കാലം എന്ന് പറയുന്നത് അത് അവരുടെ ബാല്യവും യൗവനവും കൗമാരമൊക്കെയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പഴയ കാലത്തിൻ്റെ ബാങ്ക് ബാലൻസ് കൊണ്ടാണ് പിന്നീട് ജീവിക്കുക. അപ്പോൾ അമ്മ പറയും, അമ്മക്ക് അറിവുണ്ട്, അമ്മ പറയും, അയ്യോ നീ എന്താണ് പറയുന്നത്, അത് പൂമ്പാറ്റയാണ്, അത് പൂവല്ല, പൂവിന് പറക്കാൻ പറ്റില്ല, പൂമ്പാറ്റക്ക് മാത്രമേ പറക്കാൻ പറ്റൂ. അപ്പോഴാണ് കുട്ടിക്ക് വീണ്ടും സംശയം, അപ്പോൾ എന്താ എനിക്ക് പറക്കാൻ പറ്റാത്തത് എന്ന് കുട്ടി ചോദിക്കും. അപ്പോൾ അമ്മ പറയും, അമ്മക്കതിന് ഉത്തരമൊന്നുമില്ല, പക്ഷെ അതിന് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഈ പിച്ചകത്തെ നോക്കൂ, ഈ പിച്ചകത്തിന് നടക്കാൻ പറ്റുന്നുണ്ടോ, നിനക്ക് നടക്കാൻ പറ്റുന്നില്ലേ, നിനക്ക് നടക്കാനാണ് വിധി, പിച്ചകത്തിന് അവിടെ നിൽക്കാനാണ് വിധി, പൂമ്പാറ്റക്ക് പറക്കാനാണ് വിധി, ഓരോരാൾക്കും ഓരോ വിധിയുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കൈ കഴുകുമ്പോഴും കുട്ടിയുടെ സംശയം തീരില്ല. കുട്ടി വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കുട്ടി പറയും, അമ്മട്ടിലായത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുക അവസാനം. അപ്പോൾ അതിന് മറുപടിയായിട്ട് അമ്മ പറയുന്നത്, അമ്മക്കതിന് ഒരു മറുപടി ഇല്ല. വാസ്തവത്തിൽ അമ്മയുടെ ഉത്തരം കുട്ടി, അമ്മയുടെ അറിവിന് പരിമിതിയുണ്ട്, കുട്ടിയുടെ ഭാവനക്ക് പരിമിതിയില്ല. ഭാവനക്ക് ഒരിക്കലും പരിമിതിയില്ല, കുട്ടിയുടെ അറിവിന് പരിമിതിയുണ്ട്. കുട്ടി അപ്പോൾ നാമിന്നറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം,
ദൈവസങ്കല്പം എന്ന് പറയുന്ന ഒരു വലിയ ഒരു പേപ്പർ വെയിറ്റ് എടുത്തിട്ട് കുട്ടിയുടെ ഈ പറന്നു കളിക്കുന്ന ഭാവനയുടെ മുകളിൽ കൊണ്ടുവെക്കുകയാണ് മുതിർന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും പുഷ്കലമായ കാലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ്, നമ്മുടെ ബാല്യകാലമാണ്. രവീഷ്ണൻ മാഷ് തൻ്റെ കുട്ടിക്കാലത്ത്, തൻ്റെ ബാല്യകാലത്ത് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയും ഒരു തീക്കനൽ പോലെ കൊണ്ടു നടക്കുകയും അത് കടലാസിലേക്ക് പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സമാഹാരത്തിൻ്റെ കഥയുടെ പ്രത്യേകത. ഞാൻ ഈ സമാഹാരത്തിലെ കഥകളെ കുറിച്ചൊന്നും പറയുന്നില്ല. എ വി പവിത്രൻ വളരെ വിശദമായി അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കും. മാത്രമല്ല സംസാരിക്കേണ്ട കാര്യം തന്നെയില്ല, കാരണം അത് വായിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറാത്തുവാടയിൽ നിന്ന് സ്നേഹപൂർവ്വം എന്ന് പറയുന്നൊരു കഥയുണ്ട്. നമുക്ക് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ നിർവചിക്കാൻ പ്രയാസമാണ്. അജ്ഞാതരായ ആളുകളെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതെന്ന് പലപ്പോഴും നമുക്കറിയില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അപരിചിതരായ സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സംശയം പലപ്പോഴും ഉണ്ടാകും. അത് നമ്മുടെ ഈ വ്യവസ്ഥയുടെ ഒരു പരിമിതി കൂടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. അതിലപ്പുറം സുഗതകുമാരി ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആങ്ങളമാർ കുറ്റിയേറ്റുവോ എന്ന് പറയുന്നൊരു ചോദ്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മുടെ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ആങ്ങള എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പം അത് ഈ പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ, ആങ്ങള എന്ന് പറയുന്ന കാഴ്ചപ്പാടിലൂടെ ഈ സമൂഹത്തെ നോക്കിയാൽ, അല്ലെങ്കിൽ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ഈ പലതരത്തിലുള്ള സ്ത്രീ പീഡനവും അതുപോലെ മറ്റു പലതരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. പുതിയ കാലവുമായിട്ട് അടുത്ത ബന്ധമുള്ള കഥകളാണ് ഇത്. ഈ കഥകളെല്ലാം എല്ലാവരും വായിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഇത് ഔപചാരികമായി ഇതിന് തുടക്കം കുറിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. രവീഷ്ണൻ സാറിൻ്റെ കൊച്ചുമകൾക്ക് ഈ തരത്തിലുള്ള ഒരു പുസ്തകം കൊടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം കൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ചെറുകഥ എന്നുള്ള രീതിയിലുള്ള സമാഹാരമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അത് ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങളുടെ വലിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു പുസ്തകമാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ആ പുസ്തകം കണ്ടില്ല. അത് അങ്ങനെയൊക്കെ ആവട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. ഈ ഒരു അവസരം തന്നതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പുസ്തകം പ്രകാശന ചടങ്ങിൽ വന്നിരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതുപോലെ സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ശ്രീ രവികൃഷ്ണൻ പിയുടെ പുസ്തകം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ പ്രകാശനം നിർവഹിച്ചിരിക്കുകയാണ്. സ്വാഗതാഭാഷണം തൊട്ട് ശ്രീ രവികൃഷ്ണൻ പിയുടെ പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനം, അധ്യാപന ജീവിതം, ബാങ്കിങ് മേഖലയിലുള്ള പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകം നേരത്തെ ടി പി വേണുഗോപാൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ മാഷ് പറഞ്ഞതുപോലെ വളരെ തുറന്ന വായന നടത്താവുന്ന, സ്വയം സംസാരിക്കുന്ന ഒരു കൃതിയാണ്. അത്തരമൊരു പുസ്തകത്തെ ഈ പ്രകാശനത്തിൻ്റെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ വളരെ ചെറിയ സമയം കൊണ്ട് പരിചയപ്പെടുത്തുന്നുള്ളൂ. നിങ്ങളെല്ലാവരും പുസ്തകം വാങ്ങുകയും വായിക്കുകയും ചെയ്യും എന്ന തിരിച്ചറിവോടെ ഈ പുസ്തകത്തിലെ കഥകളെക്കുറിച്ച് 9 കഥകളുടെ സമാഹാരമാണ്. ചെറിയ ചെറിയ കഥകളാണ്, ചെറുകഥ എന്ന് തന്നെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. മുൻ തലമുറയിൽ പെട്ടവർ ധാരാളം എഴുതുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്നെയാണ് ആ അർത്ഥത്തിൽ ഇപ്പോഴും യുവകവിയായിട്ട് പലപ്പോഴും കുറുങ്കവിതകൾ എഴുതിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ 3 പേരുടെയും കവിതകൾ വളരെ വ്യത്യസ്തമായ തരത്തിൽ പാരമ്പര്യത്തോടും നവീനതയോടും ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. കഥയിലും നോവലിലും അങ്ങനെയല്ല, വലിയ കുതിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നോവലിൽ വളരെ വലിയ നോവലുകൾ തന്നെ മലയാളത്തിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ ഖസാക്കിന് ശേഷം മലയാളത്തിൽ നോവലില്ല എന്നും
മറ്റു ചിലർ ലോകസാഹിത്യത്തോട് കിടപിടിക്കാവുന്ന രചനകളൊന്നും മലയാളത്തിൽ ഇതുവരെയും നോവലിലും കഥയിലും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീ എം ഇ സുധീർ അതിനൊരു ഉദാഹരണമാണ്. പറയുന്നുണ്ടെങ്കിലും വായിക്കുന്നവർക്ക് അറിയാം മലയാളത്തിലെ ഫിക്ഷൻ, കഥ, നോവൽ സാഹിത്യം വളരെ ശക്തമാണ്. മികച്ച ധാരാളം ഉപലബ്ധികൾ ഉണ്ടാകുന്നുണ്ട്. ഏത് പ്രായത്തിൽ എഴുതുന്നു, ഏത് പ്രായത്തിൽ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല. കാരണം മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാകൃത്തുക്കളിൽ ഒരാളായ CV ശ്രീരാമൻ, രാമേട്ടൻ വളരെ വൈകിയാണ് കഥ എഴുതിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതിതീവ്രമായിരുന്നു. ഓർമ്മകളുടെ ഒരു മഹാഘോഷയാത്രയായിരുന്നു CV ശ്രീരാമൻ്റെ കഥകൾ. വൈകിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ചിലപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്താം. 6-ാം വയസ്സിൽ സ്ക്ലിറോഡെർമ എന്ന് പറയുന്ന അപൂർവ രോഗം ബാധിച്ച് മരിച്ച ക്ലിൻഡ് എന്നുള്ള കുട്ടി ആ പ്രായത്തിനകം തന്നെ വരച്ച ചിത്രങ്ങൾ, പ്രത്യേകിച്ചും ഈ മുളങ്ങാടുകൾക്കിടയിലൂടെ ഉള്ള സൂര്യോദയവും സൂര്യാസ്തമനവും, ഈ സൺസെറ്റ് ആൻഡ് റൈസ്, ഈ 2 പെയിൻറ്റിങ്ങുകൾ നമ്മളെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കൊച്ചിയിലെ ഈ ക്ലിൻഡ് ഗാലറിയിൽ ഇപ്പോഴും അവ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ നിറബോധം, വർണ്ണങ്ങളുടെ ഒരു സംഗീതം ക്ലിൻറ്റിൻ്റെ മനസ്സിൽ ആ ചെറിയ പ്രായത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രായം നമുക്കിപ്പോൾ ഈ എഴുത്തിൻ്റെ, കലയുടെ, അല്ലെങ്കിൽ മറ്റേത് പ്രവൃത്തിയുടെയും, ഏത് പ്രവൃത്തി എന്നില്ല, എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. ഏത് തൊഴിലിനും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ സങ്കീർണതകളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബാങ്കിങ് ഒക്കെ പറഞ്ഞത്. കാരണം നെടുങ്ങാടിയുടെ മാത്രമല്ല, പിന്നീട് നമ്മളിപ്പം NP മുഹമ്മദ്, അദ്ദേഹം ആദ്യം ബാങ്ക് ജീവനക്കാരനായിരുന്നു. രാജിവെച്ചിട്ടാണ് അദ്ദേഹം സാഹിത്യ പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായിട്ടും മുഴുകിയിട്ടുള്ളത്. അപ്പോൾ ഈ ബാങ്കിങ് മേഖല, അക്കങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് സങ്കീർണമാണ്. അതുപോലെ ഈ ഫിസിക്സ്, കെമിസ്ട്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കുക, അത്തരം എഴുത്തുകാർ വരുമ്പോൾ അതാണ് VJ ജെയിംസിൻ്റെ പ്രത്യേകത, C രാധാകൃഷ്ണൻ്റെ ഒക്കെ പ്രത്യേകത. അപ്പം ചരിത്രവും മാനവിക വിഷയങ്ങൾ അല്ലെങ്കിൽ ഭാഷാ വിഷയങ്ങൾ ഒക്കെ പഠിക്കുന്നവരുടെ ഒരു ലോകവുമായിട്ട് അതിനെ താരതമ്യം ചെയ്യപ്പെടേണ്ടതില്ല. കാരണം ഇവരുടെ ലോകം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കഥകളല്ല ശ്രീ രവികൃഷ്ണൻ്റേത്. പക്ഷേ ആ മേഖലയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ നിരന്തരമായ അക്കങ്ങളുടെ പ്രണയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കഥക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ പ്രത്യേകത, മുറുക്കി, അത് ഈ കാച്ചിക്കുറുക്കിയ എന്നൊക്കെ പറയുന്നത് പോലെ പറയേണ്ടത് മാത്രം പറയുക എന്നുള്ള ഒരു ശീലം അദ്ദേഹത്തിൻ്റെ കഥാലോകം ഈ 9 കഥകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ കഥ കാലം എന്ന് പറയുന്ന കഥയാണ്. ഈ കഥ ഈ കാലവുമായി ബന്ധപ്പെട്ട, കാലത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ഗവേഷകൻ, അയാൾ അനുഭവിക്കുന്ന സങ്കീർണമായ ജീവിത ചുറ്റുപാടുകൾ, അയാൾ നേരിടുന്ന ചോദ്യങ്ങൾ, അയാൾ നൽകുന്ന ഉത്തരങ്ങൾ, അതിൽ സെപ്റ്റംബറാണോ ആഗസ്റ്റാണോ നവംബറാണോ എന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു കാലബോധം, അല്ലെങ്കിൽ ഇന്നലെയാണോ ഇന്നാണോ എന്ന് പറയാൻ പറ്റാത്തൊരു കാലബോധം. ഈ കാലം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന അസ്വാസ്ഥ്യങ്ങളുടെ ഒരു ആദി പിടിപ്പിക്കുന്ന അനുഭവമാണ് ആദ്യത്തെ കഥയായ കാലം എന്നുള്ള രചനയിലുള്ളത്. യഥാർത്ഥത്തിൽ എഴുതി തുടങ്ങുന്നത് 91-ലാണ് ഞങ്ങൾ ആ ക്യാമ്പിൽ വെച്ച് ആ കഥ രവിയായിട്ട് അവതരിപ്പിക്കുന്നത്. അത്രയും വർഷങ്ങൾക്ക് ശേഷം മലയാള കഥ ഒരുപാട് മുന്നോട്ടേക്ക് പോയി. അത് ആധുനിക കഥയുടെ അവസാനമായി ഉത്തരാധുനികത വരികയും ആ കാലത്തിന് ശേഷം മലയാള കഥ ഒരുപാട് മുന്നോട്ട് കൂടിപ്പോയി. പക്ഷെ ആ കഥകൾ, അന്ന് എഴുതിയ കഥകൾ, ഇതിലെ മിക്ക കഥകളും ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയതാണ്. ആ കഥകൾ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഈ കഥകളെപ്പറ്റി പറയുമ്പോൾ പിന്നീട് അദ്ദേഹം എഴുതിയ കഥകളൊക്കെ ആയിട്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഭാഷയ്ക്ക് ഇന്നും കാലത്ത് ഒരു പുസ്തകമായി വരുമ്പോൾ ഒരു നാട്ടിലിപ്പോഴായിരിക്കും അതിനു വേണ്ടി പഠനത്തിന് വേണ്ടി വായിച്ചതായിരിക്കും. പക്ഷെ വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പഴമയെ അത് തോന്നുന്നില്ല, ഇത്രയും തമാശയോടുകൂടി. കാരണം ഞാൻ 31 വർഷങ്ങൾക്ക് മുമ്പ്, 35 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട രവിയേട്ടൻ അതുപോലെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ചിലപ്പോൾ നേരത്തെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ച പോലെ, അല്ലേ സാറ് സൂചിപ്പിച്ച പോലെ ഇയാൾ എഴുത്തുകാരനല്ലാതെ തോന്നിയപ്പോൾ നിങ്ങളെ പിന്നെ ഓഫീസർ അവിടെ കയറി വന്ന് പിന്നെ വർത്താനം പറയുമ്പോൾ ചെറിയ പെശകുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടാവും. എഴുത്തുകാരനാണ് പിന്നെ പ്രാന്താവാലോ, അതാണ് കഴിഞ്ഞൊരു പരിഗണനയൊക്കെ കൊടുക്കും. ഇയാൾ ഇതെന്താണ് പറയുന്നത് ഒന്ന് പറയുന്നു. പക്ഷെ ഈ പറയലിൻ്റെ ഒരു വലിയ
സംഗതിയാണ് നമ്മൾ ഈ കഥകളിലേക്ക് പോകുമ്പോഴാണ് ഈ മനുഷ്യൻ ഇങ്ങനെയുണ്ടൊരു മുഖം എന്ന് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കാത്തവരായിരിക്കും മിക്കവരും ഇതിലുണ്ടാവുക. നിങ്ങൾ ആ കഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയൊരു മുഖമൊക്കെ ഉണ്ടായിരുന്നു രവിക്ക് എന്ന് തോന്നിപ്പോൾ. ഈ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവി പോലൊരു രവിയാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം അത്തരത്തിലുള്ള ചിന്തകളാണ് ഇതിലേക്ക് വരുന്നത്. വേണോട്ട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ കഥകളിൽ മുഴുവനായിട്ട് വരുന്നൊരു സംഭവം പ്രസാദാത്മകത എന്നുള്ളതില്ല എന്നുള്ളതാണ്, പോസിറ്റീവ് ഇല്ല. നിങ്ങളിത് വായിച്ചു പോകുമ്പോൾ ഇതിൽ ഒരു പക്ഷേ അതിലാകെ പോസിറ്റീവ് എനിക്ക് തോന്നിയത് പുസ്തകത്തിൽ ചിത്രം വരച്ച എന്താണ് ഷിജിലിൻ്റെ ചിത്രങ്ങൾ ചിലപ്പോൾ നമ്മളെ ഈ കഥകളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളതാണെന്ന് തോന്നിപ്പിക്കും. അത്രമാത്രം വലിയ വേദനയുടെ കരച്ചിലിൻ്റെ മനുഷ്യാവസ്ഥയുടെ വ്യക്തിത്വത്തിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ഓരോ മനുഷ്യൻ അനുഭവിച്ചു വന്ന വേദനയുടെ, പ്രത്യേകിച്ച് പ്രണയവുമായി ബന്ധപ്പെട്ട വേദനകൾ, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ വേദനകൾ, അതിൽ തന്നെ സ്ത്രീകളായിട്ടുള്ള കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ഈ വേദനകളെ നമ്മുടെ തന്നെ വേദനകളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു ആത്മപീഡയുടെ, നമ്മൾ പറയും ഈ കവിതയിൽ സാധാരണ പറയുക, ഈ ഒരു ആത്മപീഡ അനുഭവിക്കുന്ന കാൽപ്പനിക കവിതയുടെ കാലത്ത് നമ്മൾ ചങ്ങമ്പുഴ കവിതകളൊക്കെ വായിക്കുമ്പോൾ ആദർശാത്മകതയും ആത്മപീഡയും എല്ലാം കൂടി ചേർന്ന് അതിൽ വരുന്ന ദുഃഖവും എല്ലാം ചേർന്നുകൊണ്ടുള്ളതായിരുന്നു അന്നത്തെ കവിതകൾ. ആ തരത്തിൽ കഥകളിലേക്ക് ഈ ഒരു ആത്മപീഡയെ, ഈ കാൽപ്പനികതയെ ഇദ്ദേഹം കൊണ്ടുവന്നു. കവിതാമയമായ ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതും ആ കഥകൾ. ഇതിനേക്കാൾ ഞാൻ അതിലേക്ക് പോകുന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. കഥയെ പറ്റി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നിർവചനം എന്ന് പറയുന്നത്, ഇതുവരെ ഉണ്ടായിട്ടുള്ള നിർവചനം, ഏറ്റവും കുറഞ്ഞ വാക്കുകൾ, ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളിലൂടെ, ഒരു അനുഭവത്തിലൂടെയോ ഓർമ്മയിലൂടെയോ ധ്വന്യാത്മകമായി, നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, ധ്വന്യാത്മകമായി പറയാതെ പറയുക, ധ്വന്യാത്മകമായി ഒരു ഏകാഗ്രതയോടുകൂടി ഒരു വികാരത്തെ അവതരിപ്പിക്കുന്നതാണ് മികച്ച കഥ എന്ന് വളരെ മുന്നേ പറയപ്പെട്ടതാണ്. പക്ഷെ അത് തന്നെയാണ് ഇന്നും സത്യം. യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ വാക്കുകളിലൂടെ ആണ് ഈ കഥകൾ കടന്നു പോയിട്ടുള്ളത്. ഏറ്റവും കുറച്ച് കഥാപാത്രം, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കഥാപാത്രങ്ങൾ തന്നെയുണ്ട്, ഒന്നോ രണ്ടോ, നമ്മൾ നേരത്തെ അനർഘ നിമിഷത്തിൻ്റെ കഥ സൂചിപ്പിച്ച പോലെ ഒന്നോ രണ്ടോ മൂന്നോ, ഒരു കഥയിലാണോ മറ്റോ ഒരു രഘുവാട്ടനും ഗോപിയും ശാലിനിയും കടന്നു വരുന്നത്, 3 കഥാപാത്രങ്ങൾ കടന്നു വരുന്നത്. അത്തരത്തിൽ കഥാപാത്രങ്ങൾക്ക് പകരം ഇതിന് ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ഭാവത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു കഥ പറയുക എന്നുള്ള ഉപരി, എന്നാൽ ആ ഭാവത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മുടെ അനുഭവങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മൾ അനുഭവിപ്പിക്കുന്ന മനോഹരമായ കഥകളുടെ ഒരു സമാഹാരമാണ് ദിവ്യാടൻ ഈ വലിയ വേളയിലെങ്കിലും ആ പുസ്തകം അത് പുസ്തകമായി പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും ഒരു പക്ഷേ ഇനി എഴുത്തിലേക്ക് കൂടുതൽ കടക്കാൻ അത് പ്രേരണയാവുമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ട് ഓർക്കുകയാണ്. അതിന് ക്ഷണിച്ചതിന് പ്രത്യേക അഭിനന്ദനം, നന്ദി അറിയിക്കുകയും ചെയ്യും. ഒരു നല്ലൊരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ആദ്യത്തെ ചെറുകഥ അറിയപ്പെടുന്നത് നമ്മുടെ കണ്ണൂരിലെ ഒരു വലിയൊരു കഥാകൃത്താണ് രചിച്ചത് എന്നാണ്. പെരിജല്ലൂർ എന്നറിയപ്പെടുന്ന തളിപ്പറമ്പിലെ ശ്രീ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് അദ്ദേഹത്തിൻ്റെ വാസനാവികൃതി എന്ന് പറയുന്ന ആദ്യത്തെ കഥ രചിച്ചത് എന്നതാണ് അറിയപ്പെടുന്നത്. ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ആ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാണ് രവികൃഷ്ണൻ മാഷ്. രവികൃഷ്ണൻ മാഷ് എന്ന് ഞാൻ സാധാരണ വിളിക്കാറില്ല, കാരണം ഇതുവരെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്നത് അറിയില്ല. അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് വളവട്ടണത്ത് OISKയുടെ നേതൃത്വത്തിൽ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അന്ന് നമുക്ക് ശ്രീ ഗിരീഷ് VP, SBIയിലുണ്ടായിരുന്ന ഗിരീഷ് VPയുടെ നേതൃത്വത്തിലാണ് ആ പരിപാടി നടത്തിയിരുന്നത്. അപ്പോൾ അന്നു മുതൽ നമ്മുടെ സൗഹൃദം വളരെയധികം അടുത്ത ബന്ധം തന്നെയാണ് പുലർത്തിക്കൊണ്ട് വന്നിരുന്നത്. പിന്നെ SN കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രണ്ട് സമയത്താണ് പഠിച്ചതെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്കുള്ള ബന്ധവും കൂടി. അപ്പോൾ അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഒരു അന്നു മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുറേയധികം എഴുത്തുകാരുള്ള ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് അതിലെ ഒരു കണ്ണിയായിട്ട് അദ്ദേഹം മാറുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് നോക്കുമ്പോൾ തീരമണയാത്ത തിരമാലകൾ, ഒരു പഴയ കാലത്തുള്ള ഏതോ ഒരു പുസ്തകത്തിൻ്റെയോ
നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പഴയ കാലത്തെ ഏതൊരു പുസ്തകത്തിൻ്റെ ഏതോ ഒരു സിനിമയുടെയോ പേര് പോലെ തോന്നുമെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം ഒരു പഴയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അക്കാലത്തുള്ള ഇതൊരു 10-25 വർഷം മുമ്പ് അദ്ദേഹം ബീജാഭാവം ചെയ്തിട്ടുള്ള ഒരു മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കഥകളാണ്. അതിപ്പോഴും പ്രസിദ്ധീകരിക്കുന്നുവെന്നേ ഉള്ളൂ. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അത് ഉരുത്തിരിഞ്ഞു വന്ന സംഗതിയാണ്. അതൊരു ഇത്രയും കാലം ഗർഭം ധരിച്ചു, വളരെയധികം വേദനകൾ സഹിച്ചു, അവസാനം ഇപ്പോഴാണ് പ്രസവിച്ചത്. ആ പ്രസവിച്ചപ്പോൾ അവർ നല്ല കുഞ്ഞാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് മനസ്സിലായി. ഇവിടെ ഉദ്ഘാടകനും അതുപോലെ പുസ്തക പരിചയം നടത്തിയവരും അതുപോലെ നോവലിസ്റ്റും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി, ഇത് വളരെയധികം പ്രത്യേകതകളുള്ള നല്ലൊരു പുസ്തകമാണ് പറയുക. ധാരാളം പുസ്തകങ്ങൾ അങ്ങനെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രത്യേക ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ 1939 തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, നല്ല തങ്കം എന്ന് പറഞ്ഞിട്ട്. അന്നത്തെ കാലത്ത് ഏറ്റവും ഒരു നായിക സങ്കല്പം എന്ന് പറയുന്നത് സുന്ദരിമാരാണ് എന്നുള്ളൊരു സങ്കല്പമുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അഗ്ലി ആയിട്ടുള്ള ഒരു കൂനിയായ വികൃതയായിട്ടുള്ള ഒരു നായികയെ സൃഷ്ടിച്ചു കൊണ്ടാണ് ബഷീറിൻ്റെ തുടക്കം തന്നെ. അത് കഴിഞ്ഞ് അദ്ദേഹം പാത്തുമ്മയുടെ ആടാണ് ഏറ്റവും പ്രസിദ്ധമായിട്ട് എല്ലാവരും അറിയപ്പെടുന്നത്. അത് എഴുതുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബോധം ശരിക്കും നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു ഭ്രാന്ത് ആയ അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം അത് എഴുതുന്നത്. ശരിക്കും ഭ്രാന്ത് തന്നെ പിടിപെട്ടിരുന്നു. ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് നേടിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ധാരാളം നോവലുകൾ അദ്ദേഹം രചിച്ചത്. രചനകളെല്ലാം തന്നെ നമ്മളെ ഒന്നിക്കാൻ വേണ്ടിയും സ്നേഹത്തോടെ വർത്തിക്കാൻ വേണ്ടി ഉതകുന്നതായിരിക്കണം. പലപ്പോഴും നമുക്കിന്ന് കാണുന്നത് നമ്മളൊക്കെ സ്നേഹം കൈവടിഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വിഘടിച്ച് നിൽക്കുന്ന അതിൻ്റെ തീവ്രത വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണുള്ളത്. പണ്ടൊക്കെ ഞാൻ ചെറുപ്പകാലത്ത് വിചാരിച്ചിരുന്ന എല്ലാവരും വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോൾ ഇനി കുറേ കഴിയുമ്പം ഈ വർഗീയമായിട്ടുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഒന്നിച്ച് നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ലോകം മുഴുവനും ആ രീതിയിലാണ്. യുദ്ധങ്ങളിങ്ങനെ പെരുകൊണ്ടിരിക്കുന്നു. ആധുനിക സംസ്കാരമൊക്കെ വരുമ്പോൾ കൂടുതൽ മനുഷ്യൻ സംസ്കാരയുക്തരായി വരുമ്പോൾ സമാധാനമാണ് ഉണ്ടാവുക, എല്ലാവരും യോജിച്ച് നിൽക്കുക, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ കരുതി പോകുന്നത്. അതൊരു വിഡ്ഢിത്തമാണെന്ന് ഇപ്പം നമുക്ക് തോന്നുന്നത്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം രചനകളിലൂടെ ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള രചനകളുണ്ടായിട്ടുണ്ട്. വാൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ എന്നൊക്കെ പറഞ്ഞവർ ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ച രചനകളാണ്. ആ രചനകൾക്ക് വലിയ ഒരു നമ്മുടെ ഉപബോധ മനസ്സിനെ തട്ടിയുണർത്താൻ ഇത്തരത്തിലുള്ള രചനകൾക്കൊക്കെ വളരെയധികം കഴിവുണ്ട്. നമ്മളൊരു സിനിമ കാണുമ്പോൾ കരഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ഒരു നോവൽ വായിക്കുമ്പോൾ കരഞ്ഞു പോകുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് കയറി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേയധികം നല്ല കഥാപാത്രങ്ങൾ ഈ ഒരു കഥകളിൽ ഉണ്ട് എന്നാണ് ശ്രീ വേണുഗോപാലിനെ പോലെയുള്ളവർ വളരെ കൃത്യമായിട്ടും എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇതൊക്കെ രചിക്കുമ്പോൾ നമ്മൾ വേണ്ടുന്നത്, പണ്ട് നമ്മൾ എസ് എൻ കോളേജിലെ അച്ചുമാഷ് പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാണ്, ഢായി അക്ഷർ പ്രേമിക്ക് പടേസോ പണ്ഡിത് പോയി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര വിവരം നേടിയാലും, ഞങ്ങൾക്ക് PhD ഒക്കെ നേടിയിട്ടുണ്ട്, PhD നേടിയില്ല, അതിനപ്പുറം നേടിയില്ല, എന്ത് നേടിയാലും ഒരു പണ്ഡിതനാവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ടത് ഢായി അക്ഷർ, 2.5 അക്ഷരമാണ്. ഏതാണ് 2.5 അക്ഷരം? പ്രേമം എന്നുള്ള 2.5 അക്ഷരം, സ്നേഹം എന്ന 2.5 അക്ഷരം. പടേസോ പണ്ഡിത് പോയി. അങ്ങനെ പഠിച്ചിട്ട് വേണം അയാൾ പണ്ഡിതനാവാൻ. ആ രീതിയിൽ സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയവും വർഗീയതയൊക്കെ മാറ്റിവെച്ച് നന്നായിട്ട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്നുകൂടി ഈ കൂട്ടത്തിൽ ഞാൻ ആശംസിക്കുന്നു. ദീർഘമായി എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പണ്ടത്തെ പോലെയല്ല ഇന്ന് എഴുത്ത് ജനകീയമായി മാറിയിരിക്കുന്നു. പണ്ടാണെങ്കിൽ എഴുതി തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് മാഗസീനിലും അതുപോലെ തന്നെ വാരികയിലൊക്കെ എങ്ങനെയെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളോ പ്രസിദ്ധീകരിച്ച് കാണാനായിരുന്നു എല്ലാവരുടെയും സുഖം. അന്ന് ഏറ്റവും എല്ലാവരുടെയും മനസ്സിൽ മാതൃഭൂമി അക്ഷരപ്പതിപ്പിലോ അല്ലെങ്കിൽ കലാകൗമുദിയിലൊക്കെ ഒരു സൃഷ്ടി പ്രസിദ്ധീകരിച്ച് വരിക എന്ന് പറയുന്നത് വലിയ അനുഭൂതിയായിരിക്കും. അതിന് വലിയ തടസ്സമുണ്ടായിരുന്ന അന്ന് പത്രാധിപരാണ്. ഈ പത്രാധിപർക്ക് നമ്മൾ അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് വളരെ കർക്കശമായ എഡിറ്റിങ്ങിന് വിധേയമായി പലപ്പോഴും പല കലാസൃഷ്ടികൾ വെളിച്ചം കാണാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെ പ്രസിദ്ധീകരിച്ചു വരുന്ന കലാസൃഷ്ടികൾ, സാഹിത്യ സൃഷ്ടികളെല്ലാം തന്നെ വായന
ആസ്വാദ്യകരവും അതുപോലെ തന്നെ വായനക്കാരെ നമ്മുടെ വായനയുടെ ലോകത്തേക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ മനസ്സിൽ എം.ടിയും അതുപോലെ തന്നെ സേതുവും അതുപോലെ തന്നെ പത്മനാഭനൊക്കെ ഇന്നും ഇടം പിടിച്ചത് മികച്ച എഴുത്തുകാരെന്ന നിലയിലായിരുന്നു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇന്ന് ആർക്കും എന്തും എഴുതാം, എന്നും പോസ്റ്റ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. പലരും പല കഥകളും കവികൾ സാഹിത്യവും സൃഷ്ടികളെല്ലാം തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇതിലൊക്കെ പ്രസിദ്ധീകരിക്കുകയും കുറെ കഴിഞ്ഞ് പുസ്തകങ്ങളായി രൂപപ്പെടുകയും ആണ് ഉണ്ടാവുന്നത്. ഇപ്പം ഞാനൊരു ലൈബ്രറിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്ന നിലയിൽ 100 കണക്കിന് പുസ്തകങ്ങളാണ് പുതിയ എഴുത്തുകാർ നമ്മുടെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു സ്റ്റഡി നടത്തിയപ്പോൾ പല പുസ്തകങ്ങളും ഇന്നും ആരും തൊടാതെ കിടക്കുകയാണ്, അല്ല കൃത്യമായിട്ട് അവിടെ ഇങ്ങനെ അൾമാരയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാഹിത്യ സൃഷ്ടികളെല്ലാം തന്നെ വായന അനുഭവമുള്ളവയായിരിക്കണം, കലാസൃഷ്ടിയുള്ളവയായിരിക്കണം, വായനക്ക് അനുഭവവേദ്യമായിരിക്കണം, എങ്കിലേ ആളുകൾ വായിക്കുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വരുന്നൊരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്, ഈ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർഗാത്മകമായ എന്തെങ്കിലും കഴിവുകളുണ്ടോ എന്ന് നമുക്കറിയില്ല. പലരും അങ്ങനെ എഴുതി, എത്രയോ 27 പുസ്തകം എഴുതിയ ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. പക്ഷേ ആ പുസ്തകങ്ങളൊന്നും തന്നെ ഇപ്പോഴും ആളുകൾ തൊട്ട് നോക്കാതെയാണെന്ന് പറയാൻ കഴിയും. രവീകൃഷ്ണനുമായി എനിക്ക് ഒരു 4 പതിറ്റാണ്ടുകാലത്തെ ബന്ധമുണ്ട്. ഹൈവേ മുതൽ തുടങ്ങി ഈ ഉയിസ്ക ഇതുപോലുള്ള സംഘടനകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിൽ നിന്നും തന്നെ രവികൃഷ്ണൻ ഇങ്ങനെയൊരു സർഗാത്മകതയുണ്ട് എന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പാണ് അദ്ദേഹം പറയുന്നത്, ഞാനൊരു കഥാ സമാഹാരം പുറത്തിറക്കുകയാണ്. നമ്മുടെ വളരെ സന്തോഷം. പിന്നെ ഒന്നും ഒരു വിവരമില്ല. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു 8-ാം തീയതി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. നമ്മുടെ ഓക്കെ, വിഷമമൊന്നുമില്ല. അന്നേരത്താണ് ഇങ്ങനെയൊരു കഥാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്ന കാര്യം ഞാൻ അറിയുന്നത്. ഏതായാലും രവീകൃഷ്ണൻ ഉണ്ടേൽ എന്ന് ഇങ്ങനെയൊരു സർഗാത്മകത ഉണ്ട് എന്ന് വളരെ വൈകിയാണ് നമ്മളൊക്കെ അറിയുന്നത്, അല്ലേ? പ്രമോദൊക്കെ ഉണ്ട്. പ്രമോദിന്റെ സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞ് 91 അദ്ദേഹം പിന്നെ ചെറുകഥ സമാഹാരം എഴുതി, ചെറുകഥ എഴുതി സമ്മാനമൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ വൈകിയേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഏതായാലും ഇനിയും എഴുതണം. രവീകൃഷ്ണനോട് പറയാനുള്ളത്, ഏതായാലും ഇവിടെ അവസാനിപ്പിക്കരുത്. പുതിയ പുതിയ കഥകൾ എഴുതണം. നല്ലൊരു വായന അനുഭവം ഉണ്ടാവണം. എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ബാങ്കിലെ ജോലിയാണ്. പകൽ സമയത്ത് അല്ലെങ്കിൽ ജോലി സമയത്ത് യാതൊരുവിധ ഇൻ്റർഫറൻസും പറ്റില്ല. അതിൽ തന്നെ മുഴുകി നിൽക്കേണ്ടുന്ന അവസ്ഥയാണ്. ഇത് കഴിഞ്ഞ് ഒരു 5 അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും കൂടി പുറത്തിറങ്ങിയാൽ എല്ലാവരും വീട്ടിലേക്ക് പോകും. പിന്നെ ഈ വായന ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലുള്ള ഞങ്ങൾ ചില സുഹൃത്തുക്കളെല്ലാം കൂടി ഒത്തുചേരും. അപ്പോൾ രവീഷ്ണനെ ഞാൻ അന്നേ മനസ്സിലാക്കിയ ഒരു കാര്യം, നല്ലൊരു സംഘാടകനാണ്. എന്ത് പരിപാടികളായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സംഗതി ആയാലും അത് ആവിഷ്കരിക്കുന്നതിൽ വളരെ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പതിവാണ്. ഞങ്ങൾ 3 പേരിൽ വെച്ചിട്ട് രവീഷ്ണനാണ് അതിന് ഏറ്റവും താല്പര്യം കാണിക്കാറ്. ഇപ്പോഴുന്ന ഒരു ഫിസിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അന്നൊരുപരി ഈ നമ്മളുടെ ആലമിനി ഗ്രൂപ്പുകളൊന്നും അന്നൊന്നും അവരുടെ ചിന്തയിലേ ഇല്ല. ആ സമയത്താണ് അങ്ങനെ ഒരു കൂട്ടായ്മ രവീഷ്ണൻ്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടാകുന്നത്. അത് ഇപ്പോഴും ഈ കഴിഞ്ഞ കൊല്ലം വരെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പല മേഖലകളിലേക്കും പുതുതായി പ്രവേശിക്കുന്നുണ്ട് എന്നൊക്കെ നേരത്തെയുള്ള സംസാരങ്ങളിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ ഫോർമേഷനെല്ലാം കഴിഞ്ഞ് 2-3 കൊല്ലം കൊണ്ട് രവികൃഷ്ണനെ പിടിച്ചിട്ട് ഇതിനെ മേലെയാക്കി. പിന്നെ അങ്ങോട്ട് അയാൾ വളരെ നല്ല ഒരു ഇത് ചെയ്ത് ഇപ്പം നമ്മൾ ഫിസിക്സ് അഡ്മിനിസ്ട്രേഷൻ പ്രശാന്ത് സാറോട് ചോദിക്കാം, നല്ല രീതിയിൽ പോകുന്നത്, വളരെ നല്ല രീതിയിൽ പോകുന്നത്. അതിൻ്റെ ഹോൾ ക്രെഡിറ്റ് രവികൃഷ്ണനാണ്. ബിക്കോസ് നോട്ട് ഫോർ മീ, എനിക്കല്ല ആ ക്രെഡിറ്റ്, ഇറ്റ് ഗോസ് രവികൃഷ്ണൻ. അയാൾ എന്താ he used to work day and night for it. രാപ്പകലില്ലാണ്ട് അയാൾ അതിനുവേണ്ടി പണിയെടുക്കുമായിരുന്നു. എപ്പോഴും എന്നെ വിളിക്കും, സർ അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ. ആൻഡ് അപ്പം ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലിറ്റററി ഇതുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇയാൾ ഇങ്ങനെ ഒരു സാഹിത്യകാരനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇപ്പം എല്ലാവരും ഇവിടെ പറഞ്ഞു ബുക്കിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ബുക്ക് നല്ലൊരു ബുക്കായിരിക്കും. എല്ലാവർക്കും ഈ ബുക്ക് വായിച്ചിട്ട് നല്ല സന്തോഷം വരട്ടെ, എല്ലാവരും ഈ ബുക്ക് എൻജോയ് ചെയ്യട്ടെ എന്ന് ആശംസിച്ച്
I stop here. Wishing Ravi Krishnan all the best. അപ്പോൾ ആരെ അതൊക്കെ അവിടെ പ്ലേസ് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ സുകുമാരനടിക്ക് എതിരഭിപ്രായം വരുന്നുണ്ട്, പ്രമോദനടിക്കും വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് ചെയ്യണം. ഇപ്പം നല്ലൊരു കാര്യത്തിനായി വന്നു എന്നുള്ളത് വളരെ സന്തോഷം തരികയാണ്. ഇതിൽ ആദ്യമായി എനിക്ക് നന്ദി പറയേണ്ടത്, നന്ദി പറയണ്ട കേട്ടോ, ഒറിജിനൽ നന്ദി പറയുന്നുണ്ട്. അതെനിക്ക് സ്ഥിരമായിട്ട് എനിക്ക് നന്ദി കിട്ടുക, സ്ഥിരമായിട്ട് എനിക്ക് നന്ദി കിട്ടുള്ളൂ. നന്ദി പറയുന്നുണ്ട്, അത് പറഞ്ഞു പ്രശ്നമില്ല. പ്രിൻസിപ്പാൾ സാറിനാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ രത്നകുമാർ എന്നോട് വിളിച്ചു, എനിക്ക് ടെൻഷൻ ഉണ്ടോ, ടെൻഷനോ ചോദിക്കുന്നുണ്ട്. ടെൻഷനും ഒരു കാലത്തിലേക്ക് അത് രത്നകുമാറുള്ള സമയത്താണ് ടെൻഷൻ ഉണ്ടായത്. രത്നകുമാറോട് ചോദിച്ചത് ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ കഴിയും. അപ്പോൾ പ്രശാന്ത് സാറോട് നന്ദി പറയുകയാണ്. നമ്മുടെ എല്ലാ മാസം 2 ദിവസം പ്രിൻസിപ്പാൾ സാറിൻ്റെ റൂമിലെത്തും. കാരണമോ അകാരണവുമായിട്ട് നമ്മളവിടെ എത്തും. പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ, അറിവിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അത് നമ്മളൊക്കെ പ്രിൻസിപ്പാൾ കണ്ടത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് 2 പ്രാവശ്യം, അഡ്മിഷൻ്റെ കാലത്തും പിന്നെ ഫോട്ടോ എടുക്കാൻ വന്നു ലാസ്റ്റ്. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രിൻസിപ്പാൾ കാണുകയും വിളിക്കുകയും ചെയ്തു. പ്രിൻസിപ്പാൾ സാർ സമ്മതിച്ചത് ആ 1 മിനിറ്റിലാണ്. ഇങ്ങനെ എന്തൊക്കെയോ പരിപാടി, എറണാകുളത്ത് പരിപാടിൻ്റെ കാര്യം ഞാൻ സാർ എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാർ വന്നു. സാറിന് നന്ദി, നമസ്കാരം. ഒരു മാവ് നട്ട് കഴിഞ്ഞാൽ മാങ്ങ നമുക്ക് കിട്ടില്ല, മറ്റൊരു കയ്യിൽ കിട്ടും. അങ്ങനെ വിചാരിച്ചാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്കൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട അവസാനത്തെ സെഷൻ, നമ്മുടെ പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ സെഷൻ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി. കുറേ ആൾക്കാർ പോയി കഴിഞ്ഞു. പക്ഷേ ഇതിനൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള നമ്മുടെ ഹ്രസ്വമായ ഈ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മളെ അടയാളപ്പെടുത്താതെ പോയാൽ അത് ജീവിതത്തിൻ്റെ ഒരു ശൂന്യതയുമാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചത്. എന്നാൽ നമ്മുടെ രവീഷ്ണാണ് വളരെ വൈകിയെങ്കിലും എനിക്ക് തോന്നിയത് ഈ ചടങ്ങുകൾ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ നടക്കേണ്ടതായ ഒരു ചടങ്ങാണ്. എന്നാൽ രവീഷ്ണാണ് വളരെ വൈകിയെങ്കിലും ഈ ജീവിതത്തിന്റെ ശൂന്യതയെ മാറ്റിക്കൊണ്ട് ഈ പുസ്തക പ്രകാശനത്തിലൂടെ തൻ്റെതായ ഒരിടം ഈ ജീവിതത്തിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ പുസ്തക പ്രകാശനം നടത്തുന്നത്. അങ്ങനെയുള്ള ഈ ഒരു സംരംഭത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷകരമാണ്. ഏതായാലും ഔദ്യോഗികമായ ഈ നന്ദി ഞാൻ പറയുകയാണ്. നമ്മുടെ ഉദ്ഘാടനം നടത്തിയ വേണുമാഷി, നമ്മുടെ നാട്ടുകാരും സുഹൃത്തും എല്ലാമായ വേണുമാഷി വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയിട്ട് വേണുമാഷി ഹൃദയകാരന നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ വഹിച്ച പുഷ്കരൻ സാർ, അദ്ദേഹം തൻ്റെതായ കർത്തവ്യം ഈ സെഷനെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പുസ്തക പ്രകാശനം നമ്മുടെ എസ് എൻ കോളേജിലെ പ്രിൻസിപ്പൽ, അദ്ദേഹത്തെക്കുറിച്ച് പലതവണ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പറയുന്ന ഘട്ടത്തിലൊക്കെ പറയാറുണ്ട്. ഈ ഇങ്ങനെയൊക്കെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഈ ഒരു പരിപാടികളൊന്ന് വളരെ മനോഹരമായി നിർവഹിച്ച അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആശംസ അറിയിച്ചുകൊണ്ട് വളരെ ഈ ദിവസത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ ചുരുക്കിയ ഭാഷയിൽ വാക്കുകളിൽ ആ കർത്തവ്യം നിർവഹിച്ച നമ്മുടെ രമേശൻ പ്ലാത്തൂർ നോവലിസ്റ്റ്, അദ്ദേഹം വളരെ നന്നായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെട്ടാണ്. അത് ജലീൽ സാർ, ഗലീൽ ചുവാൻ എന്ന് വിളിക്കുന്നത് ജലീൽ സാർ, അദ്ദേഹത്തിൻ്റെതായ രവീഷ്ണായിട്ടുള്ള ബന്ധങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി തൻ്റെ കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മറ്റൊരാൾ നമ്മളെ സുകുമാരൻ PV എഴുത്തുകാരനാണ്. അദ്ദേഹം ഇവിടെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രൊഫസർ ദീപക് സാർ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ്. അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ നിയ എതുനോക്കും
ഇതിൻ്റെ ഔദ്യോഗികമായ രീതിയിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് വളരെ ക്ഷമയോടെ, വളരെ ശാന്തതയോടെ ഈ ചടങ്ങിൽ ഇരുന്ന് വളരെ എല്ലാവരുടെയും വാക്കുകൾ അത്രയധികം ശ്രമിക്കാൻ മനസ്സ് കാണിച്ച, എഴുത്തിനെ സ്നേഹിക്കുന്ന നിങ്ങളാണ് ഈ പരിപാടി വിജയിപ്പിച്ചത്. നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. രത്നകുമാർ സാർ, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ സംസാരിച്ച അദ്ദേഹത്തിന് ഈ നന്ദി അറിയിക്കുകയാണ്.